നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള ദിവസം ഒരു 1/4 കിലോ പുളിയുണ്ട്. നമ്മൾ ആ പുളി പിഴിഞ്ഞ വെള്ളം നമ്മൾ കൽച്ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂണ് മുളക് പൊടി, ഉപ്പിടാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയിടാം. ഒരു 4 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. ഇതിനി തിളയ്ക്കണം, തിളച്ച് കുറുകണം. ആ കുറുകുന്ന വരെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം. അപ്പോഴത്തേക്കും കുറുകണ സമയത്ത് നമ്മൾ തീ പിടിപ്പിച്ച് നമ്മളിവിടെ ഇഞ്ചി വറുക്കാം. അതിനായിട്ട് ഒരു 1/2 കിലോ ഇഞ്ചി തൊണ്ട് കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞാട്ടോ എടുത്തിരിക്കണേ. ഒരു 1/4 കിലോ 100-150 ഗ്രാം മുളകുണ്ട്. മുളക് പൊടി കുറച്ചായിട്ടുള്ളൂ മുളക് ഇട്ടുന്നത്. അപ്പോൾ നമുക്കിത് ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം. മുളക് വറക്കാനുള്ള മുളകിടാം. കടുകിടാം. കരിവേപ്പില നല്ല നാടൻ കരിവേപ്പിലയാണ്. വറുത്ത് പൊട്ടട്ടെ. അപ്പോഴത്തെ കൽച്ചട്ടിയിൽ പുളി കുറുകി വരും. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് നല്ല കറുത്തു. മുളകൊക്കെ നന്നായിട്ട് കറുത്തിട്ടുണ്ട്. നമുക്ക് മുളക് ഇടാം. നമുക്ക് പച്ച വെള്ളം വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ടാണ് പൊട്ടുന്നത്. ഇനി ഇഞ്ചി ഇടാം. ഈ പുളിയിഞ്ചി ഇങ്ങനെ ഉണ്ടാക്കുന്ന പുളിയിഞ്ചി പൊട്ടി വെച്ച് കഴിഞ്ഞാൽ 2-3 മാസമൊക്കെ ഇരിക്കും, കേടാവില്ല. അതേ സമയത്ത് നമ്മൾ പുളി പിഴിഞ്ഞ് വെറുതെ ഇഞ്ചി വറുത്ത് മാത്രം വയ്ക്കുമ്പോൾ അത് ഇരിക്കില്ല. പിന്നെ ഇനി ഇത് നന്നായിട്ട് വറുത്ത് മൊരിയണം. അപ്പോഴത്തേക്ക് കൽച്ചട്ടിയിൽ കുറുകി വരും. കൽച്ചട്ടിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരുമില്ല ഉരുണ്ട ശർക്കര കൂടി ഉണ്ടാക്കില്ല. നന്നായിട്ട് കുറുകും. അപ്പം നമ്മുടെ പുളിയിഞ്ചി കുറുകിയിട്ടുണ്ട്. നല്ല പായസത്തിൻ്റെ ശർക്കര കുറുകണ പോലെ നമുക്ക് അത്ര കുറുകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഇഞ്ചി കരിമുരാന്ന് വറുത്തത് അതിനകത്തേക്ക് കോരിയിടാം. എല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇഞ്ചി റെഡിയായി. നല്ല പാത്രങ്ങൾ നല്ല
പുളിയിഞ്ചി ആയിരുന്നു. നല്ല മണം വരുന്നുണ്ട് കൂട്ടാൻ, നല്ല കട്ടിക്ക്. ഇനി കൽച്ചട്ടിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ കുറുകി കിട്ടും. അപ്പോൾ ഇതിന് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് 2-3 മാസം ഇരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന പുളിയിഞ്ചി. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ ഇഞ്ചി മുളകും ഇതെല്ലാം അരിഞ്ഞ് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെയാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി. ഇത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവരും പരീക്ഷിക്കുക. ഓക്കെ, ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് പറയണം. അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. കാണുകയാണെങ്കിൽ ഞാൻ അഭിപ്രായം മറുപടി പറയാം.